പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം അതിലൊരുപാട് റിസർച്ച് ചെയ്തൊരു കുട്ടിയാണ്. അമേരിക്കയിലൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ അവസരം കിട്ടിയൊരു കുട്ടിയാണ്. ആ പറഞ്ഞു ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പടച്ചോൻ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു സത്യത്തോട് ഞാൻ യോജിക്കുകയാണ്. നമ്മുടെ മതങ്ങളിലൊക്കെ ഒരുപാട് കഥകളാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. അതിനോരോ രൂപങ്ങളും ഭാവങ്ങളും അതിന് ശ്വാസവും അത് മറ്റു മനുഷ്യരെ പോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പം ആ കഥകൾ മനുഷ്യൻ വിശ്വസിക്കുന്നതിന് കുഴപ്പമുണ്ട് എന്നുള്ളതല്ല. ദൈവം എന്നൊരു യാഥാർത്ഥ്യം, ദൈവം എന്ന ഒരു ശാസ്ത്രീയ സത്യം മനസ്സിലാക്കുന്നിടത്ത് ഇത് ഉപയോഗിക്കുന്നിടത്ത് ചില ഫോൾട്ടുകൾ പറ്റുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ശാസ്ത്രീയപരമായിട്ട് നമുക്കൊരു ദൈവത്തെ കണ്ടെത്തുന്ന കാര്യത്തിൽ പലരും ബുദ്ധിമുട്ടാറുള്ളത്. പല ഭാഷകൾ, പല ആചാര്യന്മാരും ജീവിച്ചു പോകുന്ന അവരുടെ ഭാഷയിൽ തന്നെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ